ഡീൽ ആരോപണത്തിൽ LDF-നെയും UDF-നെയും ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF-ന്റെയോ UDF-ന്റെയോ ബി ടീമല്ല, A ടീമാണ് BJP. CPM പറയുന്നു കോൺഗ്രസും BJP-യും ബി ടീമാണെന്ന്. കോൺഗ്രസ് പറയുന്നു CPM-ഉം BJP-യും ബി ടീമാണെന്ന്. രണ്ട് വിഭാഗവും A ടീമായി BJP-യെ സമ്മതിക്കുകയാണ്. രണ്ട് മുന്നണികളും BJP-യെ ഭയക്കുന്നു. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവരുടെ കള്ളം പൊളിയുമെന്നും ഇവർക്കത് മനസ്സിലായിട്ടുണ്ടെന്നും പാലക്കാട്ട് പറഞ്ഞു നരേന്ദ്രമോദി. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है तो वो सिर्फ और सिर्फ बीजेपी ही है. इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലക്കാട്ട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണ് എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം. മറ്റൊരു കോൺഗ്രസ് നേതാവും സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഇവരെ സൂക്ഷിക്കണമെന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത് എന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं. कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है. यही इन पार्टियों की सच्चाई है जिससे केरलम की महिलाओं को सावधान रहना है. കേരളത്തിൽ BJP വിജയം പ്രതീക്ഷിക്കുന്ന പാലക്കാട്ടും തൃശൂരിലുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സ്ഥാനാർത്ഥികളായ പത്മജ വേണുഗോപാൽ, KK അനീഷ് കുമാർ, CC മുകുന്ദൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. സുരേഷ് ഗോപി എന്ന MP ആദ്യമായി കേൾക്കാലോ ഇനി സ്റ്റേജില്ല, ഇവിടെ സമ്മേളനമില്ല, റോഡ്